ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെന്താ വിളിക്കാത്തേ? താൻ ഇന്ന് ലേറ്റ് ആയിട്ടല്ലോ കിടന്നേ. പിന്നെ ചെറിയ പണിയുള്ളൂ. എന്താടി കാലത്ത് അലിക്കുളത്ത് മൂടാണല്ലോ എനിക്ക്. ഇനിയും കുറേ സമയമുണ്ട് എൻ്റെ മീറ്റിങ്ങിന്. വേണ്ട, ലേറ്റ്. ഇന്ന് കിടങ്ങാതെ പോവാൻ നോക്ക്. എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സ്ലോ ആണല്ലോ. ബോറടിക്കണു പപ്പ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ അതിനോട് കൂടെ കളിക്കാൻ പോയിക്കോട്ടെ പ്ലീസ്. അതിനേടെ അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആദ്യം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വന്നേ വന്നേ. ഉണ്ണിയേട്ടാ. ആ ഗുഡ് മോർണിംഗ് ധന്യ. രാവിലെ എന്താ പരിപാടി? നിങ്ങളെന്ത് പറഞ്ഞ സാധനം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് വർക്കായ? കഴിച്ചു നോക്കിയിട്ട് പറ. ഇതെന്താ? ഇത് നോക്കട്ടെ. അത് താടോ നോക്കട്ടെ. ഇത് ഗുഡ് മോർണിംഗ്. എന്ത് ബോൾ കളിയാണ്. എടാ നമുക്ക് ആ വീടങ്ങ് ലീസിനെടുത്താലോ? ഏത് വീടാ? എടാ നമ്മുടെ ആ പെണ്ണുണ്ണിയുടെ. എടാ നമുക്കിവിടെ എല്ലാവർക്കും കൂടാനുള്ളൊരു സ്ഥലമാവും. പിന്നെ വീട്ടിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നു എന്ന് പറയുന്ന അവളുമാരുടെ പരാതി ഇല്ലാതാവും. ആയിത്തേട്ടാ, അതൊരു 1-1.5 തീരുമാനമായിരിക്കും. നമ്മൾ 5 പേര് പൂൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്നും നടക്കത്തില്ല. അവനും ആ ചെറിയ സാറും തമ്മിൽ നല്ല അടുപ്പോ. മാത്രമല്ല ആ വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ നല്ല കാശ് ഇറക്കിയിട്ടുണ്ട്, നല്ല വാടകയും കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമായ കാരണമൊന്നുമില്ല ചെറിയ സാർ അവനെ ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കാര്യമായൊരു കാരണം കാണിച്ചു തരട്ടെ. ഇത് ഷാജുവിന്റെ വീടല്ലേ? അതെ, ഷാജു നാട്ടിലില്ല. കാണിച്ചു. ഷാജുവിന്റെ വീടാടാ. നീ ചെറിയ സാറിനെ അയച്ചു കൊടുത്ത്. ഇവനെ കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറ. സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അസോസിയേഷൻ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പില് ചെറിയ സാറുണ്ടല്ലോ, എല്ലാവരും അറിയട്ടെ. ഗ്രൂപ്പിലിടാൻ വരട്ടെ.
നടക്കാനൊന്നും പോവാറില്ലേ? നടക്കാൻ പോകാറൊക്കെ ഉണ്ട് സമയമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേറെ ആളെ. ഇതേ എല്ലാവർക്കും എന്താ ഇത്? കളി കൊടുക്കാം അമ്മയുടെ റെസിപ്പി. ആ ഈ ട്രൈറ്റ്. ഇത് നമ്മുടെ ചീടയല്ലേ? ആ ചീടാന്നും പറയും. ഞങ്ങളുടെ അവിടെ ചുക്കുണ്ടാന്നാ അറിയാം. ജോസേട്ടാ റോഷിച്ചി ഉണ്ടാക്കിയതാ. താങ്ക് യു. ശരി എന്നാ. ശരി അമ്മയുടെ കോൾ. ഞാൻ ഇപ്പൊ വരാം. അമ്മയുടെ ചെല്ല്. ഉണ്ണിയേട്ടന് റോഷിച്ചിക്ക് ഈ വീട് വിലക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ സ്ഥിരതാമസാക്കിക്കൂടെ? അതൊക്കെ വലിയ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലടോ. ഫൂൾസ് ബിൽ ഹൗസസ് ആൻഡ് വൈസ് മെൻ ലിവ് ഇൻ ദം. സായിപ്പിന്റെ ലോജിക് കേട്ടോ? എന്ന് വെച്ചാ എടോ മണ്ടന്മാര് വീട് വയ്ക്കും, നമ്മളെ കയറി അങ്ങ് താമസിച്ചാ പോരെ. ആ. ഇത് ട്രൈ ചെയ്യണം. കളിയോടൊക്കെ മുടക്കിയതാ. സ്വന്തമായിട്ട് വീട് ആഗ്രഹിക്കാത്തവരുണ്ടാവോ? അത് നമ്മളിപ്പോ ഉള്ള വികാര ജീവികൾക്ക് തോന്നുന്നതാടോ. മനുഷ്യന്മാരെടുക്കുന്ന ഭൂരിഭാഗം തീരുമാനങ്ങളും ഇമോഷണൽ അല്ലേ? ആയിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ വികാരത്തിന് അടിമകളാണെന്നല്ലേ? എന്തൊരവസ്ഥയല്ലേ അല്ലേ? വരാന്നേ. വീട്ടിൽ കപ്പ ഒഴുങ്ങി വെച്ചിട്ടുണ്ട്, അതാ. എന്നാ പിന്നെ പോട്ടെ. ശരി, ഒരു സൗകര്യം തന്നോളേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വാ 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 എന്ന് പറഞ്ഞിട്ടു. സൗമ്യ മഹേഷിന്റെ കാര്യത്തിൽ ഇത്തിരി പൊസസീവാ. മനുഷ്യന്മാർക്ക് ശ്വാസം കിട്ടുമോ? എന്താ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നലല്ലേ ഇത്തെ, എല്ലാ തോന്നലും ശരിയാവണമെന്നില്ലല്ലോ. ഈശോയെ ശ്വാസം വീണു. ഡോ ശരിക്കും താൻ വല്ലതും പറഞ്ഞായിരുന്നോ? അജിത്തേട്ടൻ പിന്നെ അടുത്തൂടെ പോയ കൂടെ ചിരിക്കാറില്ല, അത് പറഞ്ഞതാ. ആ ഇപ്പൊ ചിരിക്കാനുള്ള വക ആയനെ. ശരിയാ. അമ്മ ഇന്ന് കുറച്ച് ലേറ്റ് ആവേ. നല്ല കുട്ടിയായിട്ടിരിക്കോ? ഞാൻ കുറച്ചു നേരം ഫ്രോസൺ കണ്ടോട്ടെ പ്ലീസ്. അരമണിക്കൂർ മാക്സിമം. ഓക്കെ. അശ്വ അധികം സമയങ്ങളുണ്ട്. ഈ കിൻഡിലൊക്കെ വന്നതിന് ശേഷം ഹാർഡ് കോപ്പി അധികം വായിക്കാറില്ല. ട്രാവൽ ചെയ്യുമ്പോൾ അതല്ലേ സൗകര്യം. എനിക്ക് തോന്നുന്നത് 8-ലെ ജയകൃഷ്ണൻ സാർ ചിലപ്പോൾ വാങ്ങിക്കും. സാർ ഈ ഡിനോസറുടെ നല്ല ഫോട്ടോസുള്ള എൻസൈക്ലോപ്പീഡിയ ഉണ്ട് സാർ. സാർ ഒന്ന് കണ്ടു നോക്കോ, മോക്ക് ഇഷ്ടാവും. ദിനോസറിന്റെ ഫോട്ടോസോ? ഫോട്ടോ പോലത്തെ ചിത്രങ്ങളുള്ള എൻസൈക്ലോപ്പീഡിയ ആണ് സാർ. സാർ എന്തായാലും മോക്ക് ഇഷ്ടാവും. ഇത് നമ്മളെ കണ്ടു നോക്ക്, നല്ല ബുക്കാ സാർ. പപ്പ എത്ര നാളായി ഞാൻ പറയണു എനിക്കിത് വേണം. വേണോ? എന്താ വില ഇത്? സാർ ഒറിജിനൽ പ്രൈസ് 1500 ആണ്, പിന്നെ ഓഫർ പ്രൈസ് 50% ഉണ്ട്. ജിപേ ഉണ്ടോ? ആ ഉണ്ട് സാർ.